നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രതീക്ഷകൾ നിറഞ്ഞ മറ്റൊരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ലോകം. പോയ വർഷം ഏറെ കഷ്ടതകൾ ഓരോരുത്തർക്കും സമ്മാനിച്ചുവെങ്കിലും വരും വർഷം ആ കഷ്ടതകളൊക്കെ മായ്ക്കുന്നതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഞാൻ വായിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 പുസ്തകങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടന്നാലോ? വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ. ആദ്യത്തെ നോവൽ പ്രിയപ്പെട്ട ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങളാണ്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് കുടിയേറ്റത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ കടൽ കടന്ന മറിയാമ്മ എന്ന നേഴ്സിൻ്റെ സഞ്ചാരപാത തേടി അവരുടെ 4ാം തലമുറ നടത്തുന്ന അന്വേഷണമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. പുരുഷനു മുമ്പേ ആഗോള സഞ്ചാരം ആരംഭിച്ച മലയാളി നേഴ്സുമാരുടെ ലോക ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു നോവൽ. വളരെ ആകാംക്ഷതയോടെയും താല്പര്യത്തോടെയും കൂടി വായിക്കാൻ പറ്റിയ ഒരു നോവലാണിത്. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും നടക്കുന്ന സമയത്താണ് നേഴ്സുമാർ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കുടിയേറിയത്. ആ കാലഘട്ടത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ആ വിദേശ സേവനം വഴി അവർക്ക് സാധിച്ചു. 1930 അവസാനത്തോടെയാണ് മറിയാമ്മ എന്ന നേഴ്സ് സിംഗപ്പൂരിലെത്തിയത്. സ്വന്തം തലമുറയുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ ഇറങ്ങുന്ന മനു എന്ന യുവാവിലൂടെയാണ് പിന്നീട് കഥ സഞ്ചരിക്കുന്നത്. ഗൾഫിൽ തുടങ്ങി ജർമ്മനി, സിംഗപ്പൂർ, പിന്നീട് ആഫ്രിക്കയിലെ ടാൻസാനിയ വരെ അന്വേഷണം കൊണ്ടെത്തിച്ചു. മറിയാമ്മയുടെ ജീവിത ചരിത്രം പൂർണ്ണമായി അറിയാൻ മനു ടാൻസാനിയയിലേക്ക് യാത്ര തിരിക്കുന്നു. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം മാരകമായ ഒരു രോഗവും പകർച്ചവ്യാധിയും പിടിച്ച് മറിയാമ്മ മരിക്കുന്നു എന്നറിയുന്നു. മറിയാമ്മയുടെ കല്ലറ തേടി മനു പിന്നെയും അന്വേഷണങ്ങൾ തുടരുന്നു. വളരെ മനോഹരമായ ഭാഷയിലാണ് ബെന്യാമിൻ ഈ നോവൽ രചിച്ചിരിക്കുന്നത്. ചരിത്രം ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ നോവൽ ഒരുപാട് ഇഷ്ടപ്പെടും. 2ാമത്തെ ബുക്കാണ് എൻ മോഹനൻ്റെ ഒരിക്കൽ. ഹൃദയസ്പർശിയായ ഒരു ചെറിയ നോവലാണ് എൻ മോഹനൻ്റെ ഒരിക്കൽ. നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരങ്ങൾ നിറഞ്ഞ ഓർമ്മയിൽ നിന്നും മനോഹരമായ ഒരു ആത്മകഥയുടെ അംശമാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ചക്കി എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച പെൺകുട്ടിയുടെ തൻ്റെ കാമുകിയുടെ ഓർമ്മകൾ വളരെ സുന്ദരമായും അതേസമയം ഹൃദയത്തിൽ നൊമ്പരമായി തീരുന്നതുമായ കഴിഞ്ഞ കാലം അദ്ദേഹം വിവരിക്കുന്നു. അവരുടെ ആദ്യ സമാഗമവും കോളേജിൽ ഒരുമിച്ചുള്ള മുഹൂർത്തങ്ങളും കവിതകൾ കൊണ്ട് നിറഞ്ഞ അനശ്വര നിമിഷങ്ങളും ചുരുക്കി വിവരിക്കുമ്പോഴും പ്രണയത്തിൻ്റെയും വേർപാടിൻ്റെയും വേദനയും വികാരങ്ങളും മറ്റ് ചിന്തകളും അതീവ തീവ്രമായ വാക്കുകളിൽ കുറിച്ചു വെച്ചിട്ടുള്ള നോവൽ കൂടിയാണ് ഒരിക്കൽ. ഞാൻ അവളെ വെയിൽ വെളിച്ചത്തിൻ്റെ ഉടുപുടവ അണിയിച്ചു, പൂക്കളുടെ സൗന്ദര്യവും സുഗന്ധവും കൊടുത്തു. ആകാശ നീലിമയിലൂടെയും വനാന്തരംഗത്തിലെ ഹരിതതല മർമ്മരങ്ങളിലൂടെയും അവളുമായി സംവദിച്ചു. കിളികൾ എൻ്റെ പ്രണയഗാനം പാടി കേൾപ്പിച്ചു. എന്നിട്ടും അവൾ അറിഞ്ഞില്ല, ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം. 3ാമത്തെയും അവസാനത്തെയും ബുക്കാണ് KR മീരയുടെ മീര സാധു. പ്രണയബന്ധത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്നറിയുമ്പോൾ ഒരാളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഏത് മാനസികാവസ്ഥയിൽ അവരെ ചെന്നെത്തിക്കും എന്ന് ഈ കഥയിൽ വ്യക്തമായി തന്നെ കഥാകാരി മുരളിയിലൂടെയും തുളസിയിലൂടെയും അവതരിപ്പിക്കുന്നു. പാൽ പോലെയാണ് പ്രേമം. നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, പിന്നെ വിഷമാവും. മാധവൻ എനിക്ക് ആ വിഷം തന്നു. ഞാൻ മരിച്ചില്ല.
പകരം അയാളെ കൊന്നു. പ്രണയവും പ്രണയഭംഗനവും മനോഹരമായി തന്നെ വിവരിച്ചിട്ടുണ്ട് പ്രിയ എഴുത്തുകാരി KR മീര. 2025 എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും നിറഞ്ഞ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. പുതിയ വീഡിയോവുമായി ഉടൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം കൂട്ടുകാരെ.